തലശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് തുടരുന്നു. ബസ് സമരം പിൻവലിച്ചതായി ബസ് ഉടമകളും ട്രേഡ് യൂണിയനും ഇന്നലെ അറിയിച്ചെങ്കിലും സമരം തുടർന്നതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു. പെരിങ്ങത്തൂരിൽ ബസ് കണ്ടക്ടർ വിഷ്ണുവിനെ ഓടുന്ന ബസ്സിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യപ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ ബസ് തൊഴിലാളികൾ സമരം തുടരുന്നത്. പെരിങ്ങത്തൂരിൽ ബസ് കണ്ടക്ടർ വിഷ്ണുവിനെ ഓടുന്ന ബസ്സിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യപ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ ബസ് തൊഴിലാളികൾ സമരം തുടരുന്നത്. പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ബസ് സമരം പിൻവലിച്ചതായി ബസ് ഉടമകളും ട്രേഡ് യൂണിയനും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. സംയുക്ത തൊഴിലാളി യൂണിയൻ ബസ് ഉടമകൾ എന്നിവർ തലശ്ശേരി ASP PB കിരൺ IPSന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് പണിമുടക്ക് പിൻവലിക്കാൻ ധാരണയായത്. മുഖ്യപ്രതികൾക്കെതിരെ കാപ്പയടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ASP ഉറപ്പു നൽകിയതായും പൊതുജനങ്ങൾക്കാകെ ബസ് സമരം ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ സമരത്തിൽ നിന്നും പിന്മാറുന്നതായും BMS CATU നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മുഖ്യപ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരം തുടരുമെന്ന പ്രഖ്യാപനവുമായി ഒരു വിഭാഗം ബസ് തൊഴിലാളികൾ രംഗത്തെത്തുകയായിരുന്നു. സമരം തുടർന്നതോടെ ബസ് സമരം പിൻവലിച്ചു എന്ന ധാരണയിലെത്തിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു. KSRTC ബസ്സുകളും മറ്റ് സമാന്തര സർവീസുകളും നടത്തുന്നുണ്ട്. DYFIയുടെ നേതൃത്വത്തിലും വാഹനങ്ങൾ സമാന്തര സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ ബസ് സമരത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് DYFI തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.